ദൈവമാണ് എൻ്റെ സഹായകൻ. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ. എന്നെ സഹായിക്കാനായിട്ട് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നൊരു ദൈവത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സുവിശേഷം നമ്മളത് കാണുന്നുണ്ട്. അവരെ ഇങ്ങനെ ശിഷ്യന്മാർക്ക് എതിരായിട്ട് ആരോപണങ്ങളുമായിട്ട് ഫരിസേയരും സദുക്കായരൊക്കെ വരുന്നുണ്ട്. വേറൊന്നുമല്ല, വിശന്നപ്പോൾ വയലിൽ നിന്ന് അവരിത്തിരി കതിരുകൾ പറിച്ച് തിരുമ്മി ഭക്ഷിച്ചു. ആ നേരത്ത് സാപത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ആരോപണവുമായിട്ടാണ് അവൻ്റെ ശിഷ്യന്മാർക്കെതിരായിട്ട് ഈ ഫരിസേയ പ്രമാണികന്മാരൊക്കെ വരണേ. ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാര് സാപത്ത് ലംഘിക്കുക. സാപത്ത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു, ജീവശ്വാസം പോലെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ആരോപണത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവണത്. കർത്താവ് സൃഷ്ടിച്ച സാപത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇവർ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാരെ ആരോപണ വിധേയരാക്കി നിർത്തുന്ന സമയത്ത് ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ. കർത്താവ് അവരുടെ ഇങ്ങനെ മുൻപിൽ വന്നവർക്കൊരു കോട്ടയാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദാവീദിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്, ദാവീദിനും അനുചരന്മാർക്കും വിശന്ന സമയത്ത് എന്താണ് അവൻ ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ലേ? അവൻ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അനുവാദമുള്ള കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും അതേസമയം തന്നെ കുറ്റക്കാരനല്ലാതെ നിലനിൽക്കുകയും ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ശിഷ്യന്മാരുടെ ചുറ്റും ഇങ്ങനെ ഒരു സംരക്ഷണ കവചമായിട്ട് നിൽക്കുന്ന കർത്താവിനെ കാണുമ്പോൾ ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ വചനം നമുക്ക് കൃത്യമായിട്ട് നിറവേറുന്നത് കാണാൻ പറ്റും. ദൈവമാണ് എൻ്റെ സഹായകൻ. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ. നമ്മൾ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. അത് വലിയ കല്ലും മുള്ളുമൊക്കെ ആയിട്ട് ഒരാളെ എറിയുന്ന സമയത്ത് ഈ മനുഷ്യൻ ഇത് ഒന്നും കൊള്ളാതിരിക്കാനായിട്ട് ഇങ്ങനെ കാൽമുട്ടുകൾക്കിടയിലേക്ക് തൻ്റെ തല പൂഴ്ത്തി വെച്ച് ഇങ്ങനെ അത് സഹിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ കുറേ നേരമായിട്ടും അയാളുടെ മേത്ത് ഒരു കല്ല് പോലും പതിക്കുന്നില്ല. ഇങ്ങനെ തല ഉയർത്തി നോക്കുന്ന നേരത്ത് കർത്താവ് ഇങ്ങനെ കരം വിരിച്ച് കുരിശിൽ കിടക്കുന്ന അതേ ഒരു രീതിയിൽ കർത്താവ് അയാളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാ കല്ലേറും ഏറ്റെടുത്തുകൊണ്ട്, അയാൾക്ക് നേരെ വരുന്ന എല്ലാ കൂർത്തുമൂർത്ത അമ്പുകളും ഏറ്റെടുത്തുകൊണ്ട്. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ. ഇത്രയും നാള് നമ്മളിങ്ങനെ അതിജീവിച്ചത് ആ തമ്പുരാൻ ഇങ്ങനെ ഒരു കോട്ടയായി നിന്നത് കൊണ്ടാണെന്ന്. തൻ്റെ മരണം കൊണ്ടാണ് അവൻ നമുക്ക് ചുറ്റും കോട്ട കെട്ടിയതെന്നറിയണം.